KSU മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് നിയാസ് കൂരാപ്പള്ളിയുടെ വേർപാടിന്റെ 7ാമത് വാർഷികം ആചരിച്ചു. ഓർമ്മകളിൽ നിന്നും നമ്മുടെ കൂരാൻ എന്ന പേരിലാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. തൊടുപുഴ രാജീവ് ഭവനിലായിരുന്നു പരിപാടി. KSU മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് നിയാസ് കൂരാപ്പള്ളിയുടെ വേർപാടിന്റെ 7ാമത് വാർഷികമാണ് തൊടുപുഴ രാജീവ് ഭവനിൽ നടന്നത്. ഓർമ്മകളിൽ നിന്നും നമ്മുടെ കൂരാൻ എന്ന പേരിലായിരുന്നു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവുമാണ് നടന്നത്. KSU ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ്. ഇടുക്കിയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി നിതിൻ മണക്കാട്ടുമണ്ണിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ, മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫേസ്ബുക്കിലാണല്ലോ ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ അയക്കുകയും കൂടുതൽ ആളുകളെയുമായിട്ട് പരിചയവും ബന്ധവും സൗഹൃദവും ഒക്കെ നമ്മൾ കൂടുന്നത് ഫേസ്ബുക്കിലൂടെയാണ്. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഇവിടെ ഇരുന്നപ്പോൾ തന്നെ എടുത്ത് നോക്കി, വെറുതെ പറയുന്നില്ല, ഞാനത് കാണിക്കാൻ സ്ക്രീൻഷോട്ട് എടുത്തു. കാരണം ഞാൻ നോക്കിയപ്പോൾ നിയാസിക്കായുടെ മെസ്സഞ്ചർ ഓപ്പൺ ആക്കി. ആ മെസ്സഞ്ചർ നോക്കിയപ്പോൾ ഞാൻ അയച്ച മെസ്സേജുകൾ കിടക്കുകയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ്, KSU പ്രവർത്തകനാണ്. അപ്പോൾ ഒരു പെരുന്നാളിന് അയച്ച 2018 ലാസ്റ്റ് മെസ്സേജ് കിടപ്പുണ്ട്, പെരുന്നാളിന് അയച്ച മെസ്സേജ്. അപ്പോൾ അങ്ങനെ അന്ന് ആ സമയത്തൊക്കെ ഈ മെസ്സഞ്ചറിലാണ് നമ്മൾ KSUക്കാരെയും കോൺഗ്രസ്സുകാരെയും ഒക്കെ പരിചയപ്പെട്ട് അവരുടെ ബന്ധം സൂക്ഷിക്കുവാൻ വേണ്ടി മെസ്സേജ് അയക്കും. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് 2012 KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി ഈ ഇടുക്കി ജില്ലയുടെ പ്രസിഡൻ്റായി വരുന്നു. ആ സമയത്ത് ഞങ്ങളൊക്കെ സ്കൂൾ വിദ്യാർത്ഥികളായി പത്തനംതിട്ട ജില്ലയിൽ KSU പ്രവർത്തകരായി നിൽക്കുന്ന സമയത്താണ്. അന്നേരം ഈ സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോഴത്തെ വാട്സപ്പിൽ മെസ്സേജുകളോ അല്ലെങ്കിൽ റീൽസൊക്കെ വരുന്നതിനൊക്കെ ഒരുപാട് മുൻപുള്ള സമയമാണ്. അന്ന് ഈ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലാണ് നമ്മൾ പ്രോഗ്രാമുകളൊക്കെ കൂടുതലായിട്ട് ഈ കാണുന്നത്. അപ്പോൾ വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള KSUവിൻ്റെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന വളരെ ഊർജ്ജസ്വലനായ ഒരു ജില്ലാ പ്രസിഡന്റിനെ അന്നത്തെ ഒരു KSUവിലേക്ക് പിച്ച വെച്ച് തുടങ്ങുന്ന ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ചിത്രമായി വന്നത് പ്രിയപ്പെട്ട നിയാസിക്കാടെയാണ്. അന്നത്തെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട സോണി M. ജോസാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ വളരെ കാര്യമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇന്ന ആളാരാണ്, അങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഫ്രണ്ടായി അയച്ച മെസ്സേജുകൾ, കുറേ മെസ്സേജുകൾ എൻ്റെ കിടക്കും. ചിലതിനൊന്നും മറുപടി അയക്കാൻ സമയവും സാഹചര്യങ്ങളും കാണത്തില്ല, അപ്പോൾ പിന്നെ അയക്കും. അവസാനം ഒക്കെ അയക്കുന്ന കുറച്ച് മെസ്സേജുകൾ കാണുമ്പോഴായിരിക്കും ഒന്ന് അയക്കാൻ സമയം കിട്ടും. അപ്പോൾ എല്ലാത്തിനും അയക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ അയക്കുന്ന മെസ്സേജിൽ ഞാൻ കൊടുത്ത് നോക്കിയതാണ്. കാരണം അത്രമാത്രം അദ്ദേഹവുമായ ഒരു സൗഹൃദം ഉണ്ടായി, ഒരു നല്ല ബന്ധം ഉണ്ടാകണമെന്ന് ഈ KSU തുടങ്ങിയപ്പോൾ ആഗ്രഹിച്ച മറ്റൊന്നും കൊണ്ടുമല്ല, ഒരു വ്യത്യസ്തനായ ഒരു KSU നേതാവിനെ അദ്ദേഹത്തിൽ കാണാൻ സാധിക്കും. ഞാൻ ഒരുപാട് അനുഭവപരിചയം എനിക്കില്ലെങ്കിൽ പോലും ഒരാളെ പറ്റി കേൾക്കുന്ന ഒരു റിവ്യൂ ഉണ്ട്. ആ റിവ്യൂവിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു. ഏതൊരു KSUക്കാരനെ എടുത്തു നോക്കിയാലും ഏതൊരു യൂത്ത് കോൺഗ്രസ്സുകാരനെ ശ്രദ്ധിച്ചാലും നമുക്ക് അറിയാൻ സാധിക്കും അദ്ദേഹത്തിന്റെ നമ്മോടുള്ള യാത്ര എത്രമാത്രം ബുദ്ധിമുട്ടുകൾ. KSU മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അസലം ഓലിക്കൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സോയിമൻ സണ്ണി, അഡ്വക്കേറ്റ് അരുൺ പൂച്ചക്കുഴി, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ, ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി NK ബിജു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ MH സജീവ്, KM ജോസഫ് എന്നിവർ സംസാരിച്ചു.